ഇപ്പോൾ ഷാജഹാൻ കൂടി തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിന് മുന്നിലെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷാജഹാൻ, അല്പസമയത്തിനകം തന്നെ ഈ രാഹുലുമായുള്ള അന്വേഷണ സംഘത്തിന്റെ വാഹനം അവിടേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ തെളിവെടുപ്പ് ആരംഭിക്കും. കഴിഞ്ഞ ദിവസം ഈ രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത പാലക്കാട്ടെ KPM ഹോട്ടലിലും ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. രാഹുലിന്റെ സ്വകാര്യ ഫോണുകളിൽ ഒന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇതിന്റെ പാസ്വേഡ് അടക്കം രാഹുൽ പറഞ്ഞു നൽകിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കാത്ത നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുമാറുന്നത്. തീർച്ചയായിട്ടും ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ, അതായത് പോലീസ് പിടിച്ചതിന് ശേഷം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ കേരളത്തിലെ കോൺഗ്രസിൻ്റെ MLA, യുവ MLA, അദ്ദേഹം വളരെ ആസൂത്രിതമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. നമുക്കറിയാം, ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ കേസുകളും പരിശോധിച്ചാൽ നമുക്കറിയാം വളരെ ആസൂത്രിതമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് പോലീസുമായിട്ട് സഹകരിക്കാതിരുന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റിപ്പോയി. ഇത് കേരളത്തിലെ പോലീസാണ്. കേരളത്തിലെ പോലീസ് എന്ന് പറയുമ്പോൾ അവർ കൂടുതൽ അതിനകത്ത് രാഷ്ട്രീയം കളിക്കാറില്ല. പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കും, കൃത്യമായിട്ട് കുറ്റവാളികളിലേക്ക് എത്തും. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ കളറോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ കളറോ നോക്കാതെയാണ് പോലീസ് അതിൻ്റെ അകത്ത് ഇടപെടുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ കേസിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ യുവ MLA തന്ത്രപരമായിട്ടൊരു മനുഷ്യൻ പോലും അറിയാതെ പോയി അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അയാൾ പോലീസിൻ്റെ കസ്റ്റഡിയിലിരിക്കുന്നു. പക്ഷേ അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ തന്നെ ഇയാളുടെ ഒപ്പ് വേണമെന്നൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ ആ ഒപ്പിടുന്നതിനൊക്കെ തന്നെ നിർബന്ധിച്ചെങ്കിലും അയാൾ ഒപ്പിടാൻ തയ്യാറായില്ല. എന്നിട്ട് ആ ഒപ്പിടാത്തത് കൊണ്ടിട്ടാണ് അത് അറസ്റ്റ് നിലനിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ പ്രതിഭാഗം കോടതിയിൽ വാദിക്കുന്നതൊക്കെ തന്നെ നമ്മളുണ്ട്. അപ്പോൾ തന്ത്രപരമായിട്ടും ആസൂത്രിതമായിട്ടും പല സംഭവങ്ങളും ഇവർ നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കേരള പോലീസിൻ്റെ മുൻപിൽ നടക്കില്ല. ഇപ്പോൾ കേരള പോലീസ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ക്ലബ് 7 ഹോട്ടലാണ്. തിരുവല്ലയിൽ KSRTC ബസ് സ്റ്റാൻഡിന് തൊട്ട് സമീപത്തുള്ളൊരു മാളാണ്. ഈ മാളെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒട്ടനവധി ഷോപ്പുകളൊക്കെ തന്നെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആര് വന്നാലും കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെടത്തില്ല. നേരെ മറിച്ച് ഒരു ഹോട്ടലാണെങ്കിൽ അവിടെ എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരൊക്കെ തന്നെ ശ്രദ്ധിക്കും. ഇത്രയും ഒട്ടനവധി മാളുകളൊക്കെ ഉള്ള അല്ലെങ്കിൽ ഒട്ടനവധി ഷോപ്പുകളുള്ളിടത്ത് നിരവധി സ്ത്രീകളും കുട്ടികളും ഒക്കെ തന്നെ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് തന്നെ മുറിയടിപ്പിക്കുക, എന്നിട്ട് അവരോട് ആദ്യം കയറാൻ പറയുക. എന്നിട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് അവർ, നമുക്കറിയാം പത്തനംതിട്ടയിൽ തന്നെയുള്ള MLA ആണ്, യുവ MLA വന്നിട്ട് ഒരു മാളിലേക്ക് കയറിപ്പോകുന്നു. അതാരും അത്ര കാര്യമായിട്ട് എടുക്കത്തില്ല. പക്ഷേ അതിനുശേഷം ഈ പറയുന്ന ഈ FIR-ൽ പറയുന്ന അതൊന്നും മാന്യന്മാർക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തതിന് ശേഷം അയാൾ പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം ഇറങ്ങിയാൽ മതി എന്ന് പറയുന്നത്. അങ്ങനെ വളരെ തന്ത്രപരമായിട്ടും ആസൂത്രിതമായിട്ടും ഓരോ പെൺകുട്ടികളോടും, നമുക്കറിയാം ഓരോ ഈ പരാതിക്കാരികളും പറയുന്നതനുസരിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇയാൾ എത്രത്തോളം സ്ത്രീകളെ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് കേസ് നിലനിൽക്കാത്ത തരത്തിൽ, അതായത് തെളിവുകൾ അവശേഷിക്കാതെ എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പുള്ളി എനിക്ക് തോന്നുന്നു ഗവേഷണം നടത്തിയിട്ടാണ് ഇത്തരം പരിപാടികളൊക്കെ ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. കാര്യം അത്രത്തോളം തന്ത്രപരമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അത് കേരളത്തിലെ പോലീസിൻ്റെ അടുത്ത് നടക്കത്തില്ല. ആദ്യം വന്ന 2 പരാതികളും അയാൾ പല തരത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചു. പക്ഷേ പോലീസുകാർക്ക് മനസ്സിലായി ഈ കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റാണെന്ന്. കോടതിയിലെത്തിയപ്പോൾ കോടതിയിൽ പലതരത്തിൽ ഇതിൻ്റെ എതിർക്കാൻ, പക്ഷേ അപ്പോഴൊക്കെ തന്നെ കോടതിയിലും ഈ കാര്യങ്ങളൊന്നും തന്നെ ഏശിയിലെ കാര്യം അവിടെ ഉണ്ടായിരുന്ന മജിസ്ട്രേറ്റ് വളരെ കൃത്യമായിട്ട് പ്രതിഭാഗത്തിൻ്റെ എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ട് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അപ്പോൾ അല്പസമയത്തിനുള്ളിൽ, അതാണ്ട് ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചിട്ട് രാജ്കുമാർ പറയുന്നതനുസരിച്ചിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടെ വന്നതിന് ശേഷം ഈ ഹോട്ടലിൻ്റെ മുറിയിൽ കൊണ്ടുപോയി തെളിവെടുപ്പുകൾ നടത്തും. അതായത് ഷാജഹാൻ, ഇപ്പോൾ 16-നാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക. സ്വാഭാവികമായും ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും ഈ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനമുണ്ടാവുക. ഈ നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നതുൾപ്പെടെ ഗുരുതര പരാമർശങ്ങളാണ് ഈ 3ാമത്തെ പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി ആ കാര്യങ്ങളെല്ലാം പരിഗണിച്ച ശേഷമായിരിക്കും അതിൽ വിധി പറയുക. തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോൾ കോടതിയാണെങ്കിലും കോടതിയൊക്കെ തന്നെ ഈ പൊതുസമൂഹത്തിനിടയിൽ തന്നെ ഉള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. അവർ ഓരോ ദിവസവും TV ചാനലിലൂടെയും അതോടൊപ്പം പത്രങ്ങളിലൂടെയൊക്കെ വരുന്ന വാർത്തകളൊക്കെ തന്നെ കാണുന്നുണ്ട്. അതല്ലാതെ തന്നെ ഇവർക്കുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇവരുടെയൊക്കെ തന്നെ സ്വഭാവങ്ങളും വൈകൃതങ്ങളും ഒക്കെ തന്നെ അറിയാം. ഇവരെ ആരാണ് സംരക്ഷിക്കുന്നതെന്നറിയാം. അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് നീതിക്ക് വേണ്ടിയിട്ട്
പോരാടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയുടെ അവരുടെ ഭാഗത്തു നിന്നായിരിക്കും എന്തായാലും കോടതി മുന്നോട്ട് പോകുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പൂങ്കുഴലിയെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥ അവരെത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ കേസുകളിലൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് രാവും പകലുമില്ലാതെ ഉറക്കമുളച്ചുകൊണ്ട് ഈ കേസിൽ ഉൾപ്പെട്ട് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇത്തരം കേസുകളൊക്കെ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് പ്രതികളെ പിടിച്ച് കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് കോടതിയിലെത്തുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ആവശ്യമാണ്. ആ തെളിവുകളില്ലെങ്കിൽ ഈ കേസുകളൊന്നും നിൽക്കത്തില്ല. നാളെ ഈ പറയുന്ന പ്രതികളൊക്കെ തന്നെ രക്ഷപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ രക്ഷപ്പെടാനുള്ളൊരു അവസരം കൊടുക്കാതെ ഈ പ്രതികളെ അല്ലെങ്കിൽ ഈ പ്രതിയെ പൂർണ്ണമായിട്ടും ആ കുറ്റം എന്താണെന്നുള്ളത് കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്നും ഇരകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നീതി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഈ കേസിലുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കേസിൻ്റെ പോക്ക് അങ്ങനെയാണ്. കാര്യം ഇപ്പോൾ ഈ കേസ് ഇപ്പം 3ാമത്തെ കേസാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ ഞാൻ കോടതി ചെന്നപ്പോൾ ഒട്ടനവധി ആൾക്കാരുമായിട്ട് നമുക്ക് അവിടുത്തെ പഴയ യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കാൻ സാധിച്ചു. അപ്പോൾ അവരൊക്കെ തന്നെ പറയുന്നത് ഇതൊരു തുടക്കം മാത്രമാണ്. KSU മുതൽ ഇങ്ങോട്ട് നിങ്ങൾ പരിശോധിച്ചോളാനാണ് പറയുന്നത്. KSU മുതൽ നിങ്ങൾ പത്രക്കാരല്ലേ, നിങ്ങൾ KSU മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചോ. തിരുവനന്തപുരത്തൊരു പോക്സോ കേസുണ്ട്, ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഇപ്പോൾ എൻ്റെ 2nd ഇയറിന് പഠിക്കുന്നതാണ്. ആ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. അതുകൊണ്ടിട്ട് പ്രതിപക്ഷ നേതാവ് അടക്കം ഇടപെട്ടുകൊണ്ട് ആ കേസ് പൈസ കൊടുത്ത് ഒതുക്കി. ഇപ്പോൾ പരാതിയില്ല, ഒന്നുമില്ല. അപ്പോൾ അതുപോലെ ഒട്ടനവധി കേസുകളുണ്ട്. നമ്മൾ ആ കേസിൻ്റെ വിശദാംശങ്ങളൊക്കെ അറിയാമെങ്കിലും ഇനിയിപ്പോൾ അവർക്ക് പരാതിയില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ആ കേസിനെ കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അന്ന് വന്നൊരു കേസായിരുന്നു. അന്ന് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടായി, വീട്ടുകാർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി, അങ്ങനെ ഒട്ടനവധി. പിന്നെ നമുക്കറിയാൻ സാധിച്ചത് ഒന്ന് രണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ള പ്രമുഖ നേതാക്കളുടെ മക്കൾ അവർക്കെതിരെയൊക്കെ അവരുമായിട്ടൊക്കെ തന്നെയുള്ള ചില ബന്ധങ്ങളൊക്കെ തന്നെ അവിടെ വെച്ച് തന്നെ പ്രശ്നങ്ങളായിട്ട് തീർന്ന വിഷയങ്ങളുണ്ട്. അങ്ങനെ ഇതൊരു തുടക്കം എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ തുടക്കമല്ല, ഇങ്ങനെ ഒട്ടനവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട്. അതെന്തായാലും ഇയാളെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ, കൃത്യമായിട്ട് പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസം കോടതിയിൽ കണ്ടതൊക്കെ നമുക്കറിയാം. പോലീസുകാരോടൊക്കെ തന്നെ ഒരു വലിയ ധിക്കാരത്തോടും ധാർഷ്ട്യത്തോടും ഒക്കെ പെരുമാറുന്ന ഒരു MLA ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. കോടതിക്കുള്ളിൽ വന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണ ഒരു കുറ്റവാളി, ഒരു കൊടും കുറ്റവാളി നിൽക്കുന്ന രീതിയിലാണ് അയാൾ കോടതിയിൽ വന്നിട്ട് വളരെ ഈസിയായിട്ട്. സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തനമൊക്കെ കോടതി വരുമ്പോൾ ഉള്ളിൽ അല്പം ഭയമുണ്ടാവും. ഇത്രയും ജനങ്ങൾക്കിടയിൽ നിന്നും ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടൊരു വ്യക്തിയാണ് അദ്ദേഹം. കോടതി വന്ന് നിൽക്കുമ്പോൾ ജനങ്ങളോടുള്ളൊരു പ്രതിബദ്ധത, അതിൻ്റെ ഒരു ചെറിയ ഒരു മൗനം അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ബോഡി ലാംഗ്വേജൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതൊന്നും ഇല്ലാതെ വളരെ കൂളായിട്ട് വന്നിട്ട് അഭിഭാഷകനെ വിളിച്ച് സംസാരിക്കുന്നു, അവിടെയുള്ള പഴയ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നു, പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നു. അങ്ങനെ ഇതൊന്നും തന്നെ ബാധിക്കുന്നൊരു വിഷയമല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കോടതിയിൽ വന്നത്. പക്ഷേ അദ്ദേഹത്തിന് തെറ്റിപ്പോയി. അന്വേഷണ ഉദ്യോഗസ്ഥർ വേറെയാണ്, പോലീസ് വേറെയാണ്. ഇത് കേരളത്തിലെ പോലീസാണ്. ഇവിടെ ഒരു പരിപാടി നടക്കത്തില്ല. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ ഈ പുലർച്ചെ ഈ സമയത്ത് തന്നെ ഇപ്പോൾ ഇവിടെ ഒന്ന് തെളിവെടുക്കണം. ഇതിനുശേഷം ഇനിയിപ്പോൾ പാലക്കാട് പോകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോയി തെളിവെടുപ്പ് നടത്തി കൃത്യമായിട്ടുള്ള തെളിവുകളോടുകൂടി ഉള്ളൊരു കുറ്റപത്രമായിരിക്കും പോലീസ് ഇതിന് ശേഷം ഇപ്പോൾ 2 ദിവസത്തിന് ശേഷം കോടതിയിൽ ഈ പ്രതിയെ വീണ്ടും എത്തിക്കുമ്പോൾ സമർപ്പിക്കുക. അതായത് നമുക്കറിയാം ആദ്യത്തെ 2 പരാതിയിലും അറസ്റ്റിൽ നിന്ന് ഊരിപ്പോരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു. പക്ഷേ 3ാമത്തെ പരാതി എന്ന് പറയുമ്പോൾ അത് കൃത്യമായ നീക്കത്തോടെ കൃത്യമായ തെളിവുകൾ നിരത്തിയായിരുന്നു അന്വേഷണ സംഘം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലേക്ക് കടന്നത്. സ്വാഭാവികമായും ഈ 3ാമത്തെ പരാതിയിൽ അങ്ങനെ ഒരു രക്ഷപ്പെടൽ രാഹുൽ മാങ്കൂട്ടത്തിന് എടുക്കാൻ കഴിഞ്ഞില്ല. അത്തരത്തിലുള്ള നീക്കങ്ങൾ SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. കാരണം ഗുരുതരമായ പരാമർശങ്ങൾ ആയിരുന്നു 3ാമത്തെ പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് എൻ്റെ അകത്ത് എടുത്ത് പറയേണ്ടത്. കാര്യം ആദ്യത്തെ 2 കേസുകളിൽ പോലീസ് എടുത്ത സാധാരണഗതിയിൽ പോലീസ് ഒരു കേസ് എടുക്കുമ്പോൾ ആ രീതിയിലായിരിക്കുമല്ലോ എടുക്കുന്നത്. അപ്പോൾ ഒരു യുവ MLA ഒരിക്കലും മുങ്ങുക അല്ലെങ്കിൽ നാട് വിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കതൊരിക്കലും കേട്ട് കേൾവി പോലുമില്ല. ഇങ്ങനൊരു കേസ് വരുമ്പോൾ അങ്ങനെ അതുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാളാണെങ്കിൽ അങ്ങനെ പോകേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹം മാറി നിൽക്കുന്നു, ഒളിവിൽ നിൽക്കുന്നു. അങ്ങക്ക് ഒളിവിൽ താമസിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കർണാടകയിലായാലും എവിടെയാണെങ്കിലും അത് ചെയ്തു കൊടുക്കുന്നത് ആരാണ്? കോൺഗ്രസ്സുകാർ തന്നെ. അങ്ങനെ അയാൾ ഒളിവിൽ താമസിക്കുന്നു. ആ ഒളിവിലിരുന്നു കൊണ്ട് അയാൾ ആദ്യത്തെ കേസിൽ അയാൾ ജാമ്യം എടുക്കുന്നു, 2ാമത്തെ കേസിൽ അയാൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഉത്തരവുണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ പുറത്ത് നിന്നുകൊണ്ട് ഇയാൾ പല കളികളും കളിച്ച് അങ്ങേര് വലിയ ഒരു നേതാവായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഏറ്റവും 3ാമത്തെ കേസിൽ ഇനിയൊരു പിഴവുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം കൃത്യമായിട്ടും ആദ്യം കണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അദ്ദേഹത്തെ ഒരു മനുഷ്യൻ പോലും അറിയാതെ അല്ലെങ്കിൽ കൂടെ ഉള്ളവർ പോലും അറിയാതെ അദ്ദേഹത്തെ ഹോട്ടലിൽ നിന്നും അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. അറസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം കോടതിയിൽ എത്തിയപ്പോഴും പ്രതിഭാഗം വാദിക്കുന്നത്
തൻ്റെ കക്ഷിയെ അറിയിക്കാതെയാണ്, അല്ലെങ്കിൽ തൻ്റെ കക്ഷിയുടെ ഒരു കാര്യവും സൂചിപ്പിക്കാതെയാണ് ഇത്തരം ഒരു അറസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഒപ്പ് പോലുമില്ല. സാധാരണ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പിട്ട് വാങ്ങിച്ച് അല്ലെങ്കിൽ സാക്ഷികൾ വേണം. അങ്ങനെ ഒട്ടനവധി തടസ്സവാദങ്ങളൊക്കെ ഉന്നയിച്ചു കോടതിയിൽ, പല തരത്തിലുള്ള തടസ്സവാദങ്ങൾ ഉന്നയിച്ചു. പക്ഷേ അതൊന്നും തന്നെ കോടതി മുഖവിലക്കെടുത്തില്ല. പോലീസ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തെളിവെടുപ്പുകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്നലെ വിട്ട ആളെ ഇന്നലെ കുറച്ചധികം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇന്നലെ തന്നെ രാത്രിയിൽ കുറേ അധികം ചോദ്യം ചെയ്തു. കൃത്യമായ ഓരോ ചോദ്യങ്ങളും തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ഇത്രയും വലിയ ഒരു ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു യുവ MLA ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ രാവിലെ ഹോട്ടലിൽ കൊണ്ടുവരുന്നു, തെളിവെടുപ്പുകൾ നടത്തുന്നു. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ ഇയാൾ നൽകിയിട്ടുള്ള മൊഴികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം. ചില ദിവസങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും ഇയാൾ ഈ കേസിൽ നിന്നൊക്കെ തന്നെ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി പ്രതികരിക്കാതെ പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകും. പക്ഷേ അതിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ പോലീസിൻ്റേതായിട്ടുള്ള വഴിക്ക് ചോദ്യം ചെയ്യലിലൂടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരും. അതിനു വേണ്ടിയിട്ടാണ് പോലീസ് ഇപ്പോൾ ഈ തെളിവുകൾ ശേഖരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസിൻ്റെ പാലക്കാട്ടെ MLA വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം ഇവിടെ തെളിവെടുപ്പ് നടത്തും. നമുക്കറിയാം എത്രത്തോളം മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. കാര്യം കേരളത്തിൽ ഇയാൾ മത്സരിക്കുന്നതിന് മുൻപ് തന്നെ ഇയാൾക്കെതിരെ ഒട്ടനവധി ആരോപണങ്ങളൊക്കെ വന്നിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവാണ് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചൊക്കെ ഇയാളെ വീണ്ടും മത്സരിക്കാനായിട്ട് വിട്ടത്. പക്ഷേ അന്ന് തന്നെ ഇത്തരം കേസുകളൊക്കെ വന്നപ്പോൾ, അല്ലെങ്കിൽ ഇത്തരം പരാതികൾ വന്നപ്പോൾ അത് കൃത്യമായിട്ട് പരിശോധിച്ച് ഇയാളെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇയാൾക്ക് വീണ്ടും ഇതുപോലെയുള്ള കൂടുതൽ അക്രമങ്ങൾ സ്ത്രീകൾക്കെതിരെ നടത്താനുള്ള ഒരു അവസരം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ അതിനൊക്കെ തന്നെ ഇടം വെച്ച് കൊടുത്തത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസിൻ്റെ ഒരു പറ്റം നേതാക്കളാണ്. ശരി.